അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഒരു തിരിച്ചടി ലഭിക്കുന്നത്. യുഎസിന്റെ അത്യാധുനിക ശേഷിയുള്ള യുദ്ധവിമാനം മറ്റൊരു രാജ്യത്തിന്റെ ആക്രമണത്തിൽ തകർന്നു വീണു. ഇതുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല എന്നതാണ് ഏറ്റവും വാസ്തവകരമായ കാര്യം. കോടികൾ വിലമതിക്കുന്ന യുഎസിന്റെ യുദ്ധവിമാനങ്ങളാണ് ഇറാൻ വലിയ രീതിയിൽ ചെറുത്തു നിന്നുകൊണ്ട് തന്നെ ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കിയത്. വെറും 20,000 രൂപ മുതൽ വില മതിക്കുന്ന ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ആകട്ടെ യുഎസ് സൈന്യത്തിന്റെ താവളങ്ങളടക്കം വലിയ രീതിയിൽ ആക്രമിക്കുകയും വലിയ രീതിയിൽ അവരുടെ അത്യാധുനിക ആയുധങ്ങളടക്കം വലിയ രീതിയിൽ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തത്. എന്നാൽ തീർത്തും യുഎസിന് ഇത് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതായിരുന്നു വാസ്തവമായ ഒരു കാര്യം. അമേരിക്കയുടെ ഈ ദൗത്യം പരാജയമാണ് എന്ന് ഇറാന്റെ പക്ഷം അവിടെ വാദിക്കുമ്പോൾ യുഎസ് സൈന്യത്തിന്റെ അന്തസ്സ് തകർത്തുവെന്നും സ്വന്തം വിമാനങ്ങളും ഉപകരണങ്ങളും ബോംബിട്ട് നശിപ്പിച്ച് അവർക്ക് പിന്മാറേണ്ടി വന്നത് നാണക്കേടാണ് എന്നതായിരുന്നു ഇറാന്റെ സൈനിക വക്താവായ ഇബ്രാഹിം ഗോൾഫേരി വ്യക്തമാക്കിയത്. തകർക്കപ്പെട്ട വിമാനങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. പൈലറ്റിനെ രക്ഷിക്കാൻ കഴിഞ്ഞത് അമേരിക്കയ്ക്ക് വലിയൊരു ആശ്വാസമാണെങ്കിൽ പോലും സാമ്പത്തികമായി ഈ ദൗത്യം യുഎസ് സൈന്യത്തിന് വലിയൊരു തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതേപോലെ തന്നെ നെഞ്ചു പിളർന്നു വന്ന് സ്വന്തം സൈനികരെ മോചിപ്പിക്കുക, ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന അന്ത്യം നാടകീയമായ രീതിയിൽ അത് ദൃശ്യാവിഷ്കാരം നടത്തിയതുപോലെയാണ്, അല്ലെങ്കിൽ തങ്ങൾ എന്തോ നേടിയതുപോലെയായിരുന്നു ഇറാൻ ആകട്ടെ അവിടെ വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയത്. തകർന്നു വീണ F-15 സ്ട്രൈക്ക് ഈഗിൾ ആ ഒരു വിമാനത്തിലെ പൈലറ്റിനെ രക്ഷിക്കാൻ ഇറാൻ അതിർത്തിക്കുള്ളിൽ തന്നെ യുഎസ് നടത്തിയ മിന്നൽ ഓപ്പറേഷൻ വിജയകരമാണെങ്കിൽ പോലും അമേരിക്കയ്ക്ക് നൽകേണ്ടി വന്നത് കനത്ത വിലയാണ്. ഇറാൻ വെടിവെച്ചിട്ട അമേരിക്കൻ പോർ വിമാനത്തിലെ പൈലറ്റായ കേണലിനെ കണ്ടെത്താനായിരുന്നു ആദ്യ ദൗത്യമായി പറയുന്നത്. ഇരുട്ടിന്റെ മറവിൽ അതിർത്തി കടന്നുകൊണ്ട് യുഎസ് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളാകട്ടെ 7000 അടി ഉയരത്തിലുള്ള മലനിരകൾ താണ്ടിക്കൊണ്ട് പൈലറ്റിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചു. പൈലറ്റ് സുരക്ഷിതനാണ് എന്നും യാതൊരുവിധ രീതിയിലും അദ്ദേഹത്തിന് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല എന്നും ഇതൊരു ചരിത്രപരമായ നേട്ടമായിരുന്നു എന്നതാണ് ഈ ഒരു ദൗത്യത്തിന് ശേഷം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. അതേപോലെ തന്നെ ഈ പൈലറ്റിനെ അവിടെ നിന്ന് മാറ്റുന്നതിനായി തന്നെ ഇസ്ഫഹാൻ പ്രവിശ്യയിൽ ആ സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ വിമാനങ്ങൾ ഇറങ്ങുകയും എന്നാൽ മണലിൽ പുതഞ്ഞതോ അല്ലെങ്കിൽ സാങ്കേതിക തകരാറോ കാരണം 2 വമ്പൻ C-130 വിമാനങ്ങളാകട്ടെ പറന്നുയരാനാവാതെ കുടുങ്ങിക്കിടക്കുകയാണ് ഉണ്ടായത്. ഇറാൻ സൈന്യം അവിടെ വളയുന്നുവെന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ സൈന്യമാകട്ടെ തങ്ങളുടെ അത്യാധുനിക സാങ്കേതിക വിദ്യ ശത്രുക്കളെ അവിടെ കൈക്കലാക്കുവാൻ അല്ലെങ്കിൽ അവരെ വലിയ രീതിയിൽ തകർക്കാനുള്ള ശേഷിയുള്ള ബോംബറുകൾ ഉപയോഗിക്കുകയും ചെയ്തതായിട്ടാണ് വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.